എന്ന് സ്വന്തം പ്രവാസിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ലോകത്ത് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവാസികൾക്കായി ഏറ്റവും ഉചിതമായ സന്ദേശം. എന്ന് സ്വന്തം പ്രവാസിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാസിയായ ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടാം. ഏതൊരു പ്രവാസിക്കും പ്രചോദനമാകുന്ന ഒരു പ്രവാസി സംരംഭകൻ, പ്രവാസ ജീവിതം ആരംഭിച്ച ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടും ജനതയോടും ഒപ്പം ചേർന്ന് ആ രാജ്യത്തെ പുരോഗതിയിലെത്തിച്ച ആൾ. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യവും അദ്ദേഹം വാനോളമുയർത്തി. കഠിനാധ്വാനത്തിൻ്റെ ശ്രമഫലമായി താനുണ്ടാക്കിയ ബിസിനസ് സംരംഭങ്ങൾ കർമ്മഭൂമിയായ ഒമാനിലെയും ജന്മഭൂമിയായ ഭാരതത്തിലെയും മറ്റനേകം രാജ്യങ്ങളിലെയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിതമാർഗത്തിന് കാരണക്കാരനായ ഒരാൾ. ഇന്ത്യക്കാരനായ മലയാളിയായ ഒരു മാതൃകാ പ്രവാസി സംരംഭകൻ ശ്രീമാൻ ഗൾഫാർ മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുവാൻ എവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാനും ഈ അടുത്ത കാലത്താണ് ഗൾഫിൽ ജീവിതം തുടങ്ങിയത്. ആ വന്ന സമയം മുതൽ ഞാനും കേൾക്കുന്ന ഒരു പേരാണ് ഗൾഫാർ. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് ഗൾഫാറിൻ്റെ പിന്നിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആരാണ് ഒരു മലയാളിയല്ല, ഒരുപാട് മലയാളികളുണ്ട്. ഒരുപാട് മലയാളികൾ. അതെ, അതിൽ ഗൾഫാർ മുഹമ്മദ് അലി എന്ന ഒരു മലയാളിയാണ് എന്ന് കേട്ടപ്പോൾ അതിഭയങ്കരമായ ഒരു ആത്മാഭിമാനമാണ് എനിക്ക് തോന്നിയത്. സർ, എങ്ങനെയാണ് ഗൾഫാർ എന്ന ആ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ തുടക്കം? ഞാൻ 1970 ദുബായിൽ വന്നു. അതിക്ക് മുമ്പ് ഞാൻ മിസോറാമിൽ ബോർഡർ റോഡ്സിൽ വർക്ക് ചെയ്യായിരുന്നു 3 വർഷം. 70 വന്ന് അവിടെ കോസ്റ്റ്യൻ എന്ന ഒരു കമ്പനിയിൽ ദുബായ് പോർട്ട് ആ ഭാഗത്ത് ഉള്ളൊരു എൻജിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ഒമാൻ രാജ്യത്ത് ഒരു പുതിയ സുൽത്താൻ ഏറ്റെടുക്കുന്നതും പുതിയ ഡെവലപ്മെൻറ്റ് സാധ്യതകളൊക്കെ വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒമാനികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ വണ്ടികളോ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ദുബായിൽ നിന്നാണ് അവർ സാധനങ്ങൾ മേടിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ അരി ആയാലും ബിൽഡിംഗ് സാമഗ്രികളായാലും മറ്റു സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ചില സാധനങ്ങൾക്ക് അവർ ദുബായിൽ വരുന്നത്. അങ്ങനെ വരും ഉള്ള സമയത്ത് ആണ് ഞാൻ എൻ്റെ പരേതനായ ഷെയ്ഖ് സാലിം സെയ്ദ് പരിചയപ്പെടുന്നതും അദ്ദേഹവുമായി ഒരു ധാരണയിലെത്തി ഒമാനിൽ വന്നിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാമെന്നുള്ള ധാരണയിലെത്തി ഇവിടെ വരുന്നത്. ഇതെല്ലാം പറയുമ്പോൾ ഒരു പ്രവാസിയാകാൻ തീരുമാനമെടുത്തത് എപ്പോഴായിരുന്നു? നമ്മളുടെ അത് പറയണമെങ്കിൽ പഴയ എൻ്റെ പ്രായക്കാരോട് ചോദിച്ചാൽ മതി. 60കളിൽ നമ്മളുടെ രാജ്യവും നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ പ്രദേശവും ഒക്കെ വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമയമാണ്. അന്ന് മെയിനായിട്ടുള്ളൊരു ഇൻകം എന്ന് പറഞ്ഞാൽ നാളികേരം അല്ലെങ്കിൽ നെല്ല്, അടയ്ക്ക, ഈ വക സാധനങ്ങളാണ്. അതിൻ്റെ വിലയോ വളരെ തുച്ഛമാണ്. അപ്പോൾ വിഭവങ്ങളുണ്ടാവും, പക്ഷേ പൈസയായിട്ടൊന്നും ആരെങ്കിലും ഉണ്ടാവാറില്ല. പിന്നെ ജോലിയില്ലായ്മ, വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പല പ്രദേശങ്ങളും. ഞങ്ങളൊക്കെ ഞാൻ താമസിക്കുന്ന എൻ്റെ തറവാട്ടിൽ ഇലക്ട്രിസിറ്റി വന്നത് 83-ലോ 85-ലോ മറ്റാണ്. ഞാൻ ഈ പറയുന്നത് 67-ലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് സാധ്യതകൾ വളരെ കുറഞ്ഞതായിരുന്നു. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, സ്ഥാപനങ്ങളില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, റണ്ണിങ് വാട്ടർ ഇല്ല, ടെലിഫോണില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് മിസോറാമിൽ. അവിടെ വെച്ചാൽ ഒന്നുമില്ല.
അവിടെ ഞങ്ങൾ കാട് വെട്ടി തെളിച്ചിട്ട് 2 അടിപ്പാതി 6 അടിപ്പാതിയൊക്കെ വെട്ടി വെളുപ്പിച്ചിട്ട് നമ്മൾ റോഡ് ഉണ്ടാക്കുന്ന സമയത്താണ്. അതൊക്കെ ഈ മാൻ പവർ വെച്ചിട്ടാണ്, മെഷീനറി പോലും ഇല്ല. അതൊക്കെ ആ ചുറ്റുപാടിൽ നിന്ന് പണിയെടുത്ത് 1970കളിൽ നമ്മുടെ പ്രദേശത്ത്, ഞങ്ങളുടെ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ചേറ്റുവ പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഈ ഇല്ലീഗലായിട്ട് ഈ ലോഞ്ചിന് വരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പിന്നെ ചിലർ ഈ അന്നത്തെ കാലത്ത് ഈ വിസ കാശ് കൊടുത്ത് മേടിച്ചിട്ട് വരുന്നത്. അപ്പം ഞാൻ അന്ന് ആ കാലത്ത് 1970 അങ്ങനെ ഒരു വിസ എൻ്റെ ഒരു വാപ്പാടെ ഒരു സുഹൃത്ത് വഴി പൈസ ഒക്കെ കൊടുത്ത് ഇവിടെ ദുബൈയിൽ വന്നതാണ്. എന്നിട്ടാണ് ഞാൻ ദുബൈയിൽ ജോലിയിൽ കയറുന്നത്. അത് കഴിഞ്ഞ് ദുബായിലിരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ പാർട്ട്ണർ സാലിം സെയ്ദിനെ പരിചയപ്പെടുന്നതും അദ്ദേഹമായിട്ട് ഇവിടെ വന്ന് കമ്പനി തുടങ്ങാമെന്നുള്ള ഒരു ധാരണയിലെത്തുന്നതും. ഈ ആ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? വിദ്യാഭ്യാസം ഞങ്ങളുടെ നാട്ടിൽ ഒരു CMS ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ, അതിലായിരുന്നു ഞാൻ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ 57 മുണ്ടശ്ശേരി മിനിസ്ട്രി വന്നപ്പോൾ 7ഉം 8ഉം ഒന്നായി. പിന്നെ 8ഉം 9ഉം 10ഉം തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു. അങ്ങനെ അവിടുന്ന് അപ്പോൾ 64 ഞാൻ പാസ്സായി. 64 മുതൽ 67 വരെ ശ്രീരാമ പോളിടെക്നിക് അതിൽ പഠിച്ച് ഡിപ്ലോമ എടുത്ത്. അന്ന് ആ മണപ്പുറം സിവിലായിരുന്നു. സിവിൽ. അന്ന് ആ മണപ്പുറം പ്രദേശത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ ധാരണ 10ാം ക്ലാസ് പാസ്സായി എവിടെയെങ്കിലും പോയി ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, ഷോർട്ട് ഹാൻഡ് പഠിക്കുക, എന്തെങ്കിലും പിന്നെ ബോംബെയിലോ ബാംഗ്ലൂരോ പോയിട്ട് സെക്രട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും ജോലി, അതായിരുന്നു നമ്മളുടെ കാഴ്ചപ്പാട് അന്നത്തെ. അപ്പോൾ ഈ തൃപ്രയാർ പോളിടെക്നിക്കിൽ വന്നതോടുകൂടിയിട്ട് നമ്മുടെ മണപ്പുറം പ്രദേശത്ത് ഒരുപാട് പേർക്ക് പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ആകെ ഉണ്ടായിരുന്നത് ആ ഒരു പോളിടെക്നിക്കാണ്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള ഒരുപാട് പേര് ദൂരെ പോലും ആൾക്കാരുണ്ടാവും. അന്ന് ഞാൻ ഈ മണപ്പുറം എന്ന് പറഞ്ഞത് ആലാട്ടു ചേറ്റുവ എന്ന് കണക്കൂട്ടിക്കുക. ഞങ്ങൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ആലാട്ടു ചേറ്റുവ, അതാണ് ബസ് റൂട്ട്. 5 ബസ്സുകൾ മാത്രമേ ഓടിയിരുന്നുള്ളൂ. ഇന്ന് അതേ സമയത്ത് പിന്നെ 500 ബസ് ഉണ്ടാവും. അപ്പം 5 ബസ്. അപ്പോൾ ഒരുത്തിലേക്ക് ചെല്ലാനും എത്തിപ്പെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഒരു സ്ഥാപനം അത് അന്നത്തെ കാലത്ത് വലിയൊരു അനുഗ്രഹമാണ് ആ നാടിനുള്ളത്. ഈ ഒമാനിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് ഔദ്യോഗികമായി, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളായിരുന്ന നമ്മുടെ സപ്പോർട്ടും നമുക്ക് എത്രത്തോളം ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ വരുന്നത് 1972 അന്ന് 72 ഞാൻ വന്ന് ഇറങ്ങിയത് നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ബാങ്ക് ഇല്ലേ, ആ സെൻട്രൽ ബാങ്കിന്റെ അവിടെയുള്ള ഒരു ചെറിയൊരു എയർ സ്ട്രിപ്പ്, മത്ര മസ്കത്ത്, ഈ ഒരു 5-8 കിലോമീറ്റർ ഒരു ചെറിയ കോൺക്രീറ്റ് റോഡല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. റുയി എന്ന് പറഞ്ഞ സ്ഥാനമില്ല. റുയൊക്കെ പിന്നീട് വന്നതാ. അന്ന് ഞാൻ വരുന്ന സമയത്ത് മുജമ്മൽ വസാറത്ത്, അതായത് മിനിസ്ട്രി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ബേത്തൽ ഫലാജിൽ, അറിയോ ഇപ്പോൾ സ്ഥലപ്പോഴും ഉണ്ട് ആ ബിൽഡിങ്, അത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. 72 എയർപോർട്ട്, സീബ് എയർപോർട്ട് പണിതുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ 72 ഒടുവിലായപ്പോൾ സീബ് എയർപോർട്ട് റെഡിയായി. മിനിസ്ട്രി കോംപ്ലക്സ്, അന്ന് 5 സ്റ്റോറി ബിൽഡിങ് ഇപ്പോഴും ഉണ്ട്. അത് അവിടെയാണ് ആ മിനിസ്ട്രി ഒക്കെ പ്രവർത്തിച്ചത്. MAF Auto Pro, Wada Kabir. Trust more, fast go. ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഉറപ്പ്. ഒരുപാട് നന്ദി ബദ്രൽ സമ. MAF Rent a Car. Comfortable. Safety and smooth drive. MAF Travel and Tourism. ഒരു പക്ഷേങ്കിൽ ഒമാനിലെ
നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേർന്ന് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ആയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ 96 സുൽത്താൻ്റെ ആദ്യത്തെ വിളംബരം വന്നപ്പോൾ 95 വന്നപ്പോൾ 96 ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നന്നായി പോകുന്നു. അത് 2001 മെഡിക്കൽ കോളേജ് തുടങ്ങി, 2003 ഫാർമസി കോളേജ് തുടങ്ങി, പിന്നെ മെരിറ്റൈം കോളേജ് 2016 തുടങ്ങി. അതെല്ലാം കൂടി പിന്നെ ഒമാനിൽ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 85-86 അത് തുടങ്ങുന്നത്. അതിനുശേഷം വേറെ ആരും യൂണിവേഴ്സിറ്റി ഉണ്ടായില്ല. പിന്നീട് ഗവൺമെന്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും യൂണിവേഴ്സിറ്റി വേണമെന്നുള്ള ഗവൺമെന്റ് തീരുമാനവും ഗവൺമെന്റ് അതിനൊരു വലിയൊരു ഗ്രാൻഡ് കൊടുക്കുകയും ചെയ്ത് 6 യൂണിവേഴ്സിറ്റി, ഇപ്പം നെസ്വ, സോഹാർ, സലാല, ഷർക്കിയ, അങ്ങനെ 6 യൂണിവേഴ്സിറ്റി ഗവൺമെന്റിന്റെ ഗ്രാൻഡ് കൊണ്ട് തുടങ്ങി. ഇത്രയൊക്കെ വിജയഗാഥകൾ ഉണ്ടായ ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ജീവിത ഏടുകളിൽ ഒരു കറുത്ത ഏട് ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. ഒരു ജയിൽവാസം വരെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ സമയം മാനസികമായി എങ്ങനെ തരണം ചെയ്യും? മാനസികമായി ആദ്യത്തെ ഒരു 10 ദിവസം എനിക്ക് വരുമ്പോൾ ഞാൻ ഐ ഡോണ്ട് ഡിസർവ് ദിസ് ആൻഡ് ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. പക്ഷെ പിന്നീട് അത് ഗവൺമെന്റ് സുൽത്താൻ്റെ തന്നെ റോയൽ പാർഡൻ വന്നിട്ട് നമ്മൾ ഒഴിവാക്കിയുള്ളതാണ്. അത് എത്ര കാലഘട്ടമായിരുന്നു ആ ഒരു അവസ്ഥ? അത് ഒരു വർഷത്തോളം. അതിനുശേഷം കൂടുതൽ വേഗത്തിൽ കരുത്താർജിച്ചു എന്നുള്ളത് പറയാം അല്ലേ? അതൊക്കെ ദൈവനിശ്ചയമാണെന്നത്. ഇപ്പം നമ്മളിതൊക്കെ എല്ലാ കാര്യം വി ആർ നോട്ട് തിങ്സ് ആർ നോട്ട് ഇൻ യുവർ കമാൻഡ്. നല്ലത് ചെയ്താൽ നല്ലത് വരും, പൊട്ട ചെയ്താൽ പൊട്ട വരും. ഈ ഗൾഫാർ എന്ന് പറയുന്ന സ്ഥാപനം റോഡ് നിർമ്മാണവും കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പെട്ടെന്ന് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. നമുക്ക് വേണം എഞ്ചിനീയേഴ്സിന് വേണം. എഞ്ചിനീയേഴ്സിന് എവിടെ നിന്ന് ഉണ്ടാക്കും? സ്കിൽഡ് വർക്കേഴ്സിന് ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് പലതവണ പല ബ്രാഞ്ച് ആയിരക്കണക്കിന് ആൾക്കാരെ ഒമാനികളെ കൊണ്ടുപോയിട്ട് എൻ്റെ തൃശ്ശൂർ താമസിപ്പിച്ച് അവിടെ 1 വർഷം പഠിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജോലി തിങ്ക് ദേ ലൈക്ഡ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്രയും അധികം ഇൻട്രസ്റ്റ് എടുത്ത് ഇതൊക്കെ ചെയ്യുന്നു? അതിന് ഞാൻ പറയാം, അതിൻ്റെ ഒരു ആത്മാർത്ഥത, ഒരു കടപ്പാട് ഈ രാജ്യത്ത്. ആ പ്രൊഫഷനിലേക്ക് ആളുകളെ കിട്ടാനുള്ള ഒരു ലഭ്യത കുറവ് ഈ ഇതൊക്കെ ചിന്തിക്കാൻ ഒരു കാരണമായി എന്ന് തന്നെ പറയാം. ഇവിടെ തന്നെ നമ്മൾ വലിയ എക്യുപ്മെന്റ് ഓപ്പറേറ്റർ ട്രെയിനിങ് പണ്ട് കാലത്ത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇവിടെ കാണുന്ന ബുൾഡോസർ അത് ഒക്കെ പണി തരുന്നത് നമ്മുടെ ഫോറിനേഴ്സായിരുന്നു. ഇവിടുത്തുകാർക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്താൽ മാത്രം പറയാം, ട്രെയിൻ ചെയ്ത് അവർക്ക് ഒരു ജോലി കൊടുക്കണം. ഇത് ഒരു വലിയ അന്നത്തെ കാലത്തൊക്കെ 2000 ഒരു എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ എക്യുപ്മെന്റും ഇവിടുത്തെ 2 ലക്ഷം റിയാളൊക്കെ വരുന്ന എക്യുപ്മെന്റ് ഇങ്ങനെ പഠിച്ചു വരുന്നവർക്ക് കൊടുക്കാൻ നമ്മൾ കാണിക്കില്ല. ഇത് നമുക്ക് പരിചയമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും തന്മൂലം അവരെ പ്രാപ്തരാക്കാനും ആ പ്രാപ്തരായവർ രാജ്യത്തിന് അവരുടെ എക്കണോമിക്സിൽ ഒരു പാർട്ടിസിപ്പൻ്റ് ആവും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വളരെ ആരും പറയാതെ ആരും നിർബന്ധിക്കാതെ സ്വയം ഉത്തരവാദിത്തമാണെന്ന് മുൻകണ്ട് നാടിന് വേണ്ടി ഈ കർമ്മഭൂമിക്ക് വേണ്ടി എന്തെല്ലാം നല്ലത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള ഒരു വലിയ ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു, ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് 2001 ഇവിടുത്തെ രാജാവിൻ്റെ സിവിൽ ഓർഡർ വലിയ അംഗീകാരം, 2003 2004 പ്രവാസി അവാർഡ് തുടങ്ങിയ BJP ഗവൺമെൻറ് സമയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ NRI അവാർഡ് എനിക്കാണ്. ആദ്യത്തെ ഇന്ത്യൻ പൗരൻ. ഈ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പല രീതിയിൽ കച്ചവടത്തിൻ്റെ രീതിയിലും ഇതുപോലെ കമ്പനികൾ തുടങ്ങാനും ഒക്കെ പല രീതിയിൽ ആൾക്കാർ ഇവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള പഴയ കാലഘട്ടത്തിലെ ആൾക്കാരെ ആരൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അതിൽ ഏറെക്കുറെ ആൾക്കാർക്ക് ഇവിടുത്തെ പൗരത്വം വരെ സ്വീകരിച്ചിട്ടുണ്ട്. പൗരത്വം അന്ന് കൊടുത്തിരുന്നില്ല. അന്ന് പിന്നീട് ആണ് 70-കൾക്ക് ശേഷമാണ് പൗരത്വം നൽകി കൊടുത്തത്. അതിക്ക് മുമ്പ് പൗരത്വം നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയുമായിട്ടും കേരളമായിട്ട് പ്രത്യേകിച്ചും പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ CPW അന്ന്
CPW, ഇന്ത്യയിലെ CPW ആണ് ഇവിടെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടുത്തെ ഓഡിറ്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ സഹകരണത്തോടു കൂടിയാണ്. അപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യൻ സഹകരണം അന്ന് മുതലേ ഉണ്ട്. ഈ ആഭ്യന്തരമായിട്ടുള്ള ഒരു ബന്ധം അന്ന് മുതലേ ഉണ്ട്, പതിക്കും മുമ്പേ ഉണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യൻ എംബസി 1955 മുതലുണ്ട്. ഈ എൻ്റയർ ഗൾഫിൽ ആകെ ഒരു എംബസി ഉള്ളത് ഒമാനിലാണ്. ഞാൻ ദുബൈയിലായിരിക്കുമ്പോൾ 70 എൻ്റെ പാസ്പോർട്ട് എന്തോ അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മസ്കറ്റിലേക്കാണ് പാസ്പോർട്ട് അയക്കുക. എംബസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുള്ളൊരു അറിവാണ് എനിക്ക്. അത് എങ്ങനെ രേഖകൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഏതോ പുസ്തകങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മൈസൂർ സുൽത്താൻ ഇവിടെ പ്രത്യേക ഒരു എംബസി ഉണ്ടായിരുന്നു എന്ന് കേട്ടു. മൈസൂർ സുൽത്താൻ്റെ എംബസി അല്ല, ഒരു എമിസറി ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ കണക്ഷൻ. അത് കറക്റ്റ് തന്നെയാണ്. അത് കറക്റ്റ് തന്നെയാണ്. അത് ഞാനും വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഒമാൻ ഹിസ്റ്ററിയിലുണ്ട്. അത് അതിന് പ്രത്യേക ഒരു അംബാസിഡറും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഉണ്ട്, അത് ഇതിൽ കിട്ടിയ ഈ ഒമാൻ ഹിസ്റ്ററി ബുക്കിൽ എവിടെയോ ഉണ്ടോന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിന് ഈ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും സംഭാവനകൾ നാട്ടിൽ നമ്മൾ കമ്പനികളുണ്ട്. 90കളിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നോക്കുകൂലി, ചുമട്ടുകൂലി, ആ കൂലി ഈ കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് സംരംഭകരെ വിട്ടുപോകുന്ന സമയത്ത്, ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മെറിഡിയൻ ഹോട്ടലും കൺവെൻഷൻ സെൻറ്ററും കൊച്ചിയിലുണ്ടായിരുന്നത്. അറിയോ? സ്ഥലം കണ്ടിട്ടുണ്ട്. അതിക്ക് മുമ്പ് ഒരു സംരംഭകരും നമ്മുടെ കേരളത്തിൽ വരാൻ തയ്യാറില്ല. വന്നവരൊക്കെ വിട്ടുപോകുന്ന സമയത്ത് മധുര കോർട്ട് പോയി, പ്രീമിയർ കേബിൾസ്, അങ്ങനെയുള്ള വലിയ വലിയ പുറം ബിസിനസ്സുകൾ എല്ലാം വിട്ടുപോകുന്ന സമയത്താണ് നമ്മളാണ് ആദ്യമായിട്ട് അന്ന് 100 കോടി ചെലവ് ചെയ്തിട്ട് ഈ ഹോട്ടലും കൺവെൻഷൻ സെൻറ്ററും ഉണ്ടാക്കിയത്. അന്നൊരു ചതുപ്പ് ഭൂമിയായിരുന്ന സ്ഥലം. ആ ബൈപ്പാസ് റോഡിൽ ആദ്യത്തെ കൺസ്ട്രക്ഷൻ, ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്, കേരളത്തിൽ തന്നെ ആദ്യത്തെ വലിയ തുക നിക്ഷേപിച്ച വ്യക്തിയാണ് ഞാൻ. ഇൻഡിവിജ്വലായിട്ട് കേരളത്തിലെ നിക്ഷേപകർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ, അവർക്ക് അതുകൊണ്ടുള്ള ഒരു ധൈര്യം കിട്ടി. അത് സുരക്ഷിതമാവും, വിജയകരമാവും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് അവിടെ ആ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടായതുകൊണ്ടാണ് 98, 2000 വേൾഡ് കോൺഫറൻസുകൾ, മെഡിക്കൽ കോൺഫറൻസസൊക്കെ വരാനുണ്ടായ ആ അടിസ്ഥാന സൗകര്യം നമ്മളുടെ കൺവെൻഷൻ സെൻ്ററാണ്. അതുപോലെ എയർപോർട്ടിൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതിൻ്റെയൊക്കെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു ഞാൻ. MAF Auto Pro, Wadakabir. Trust more, fast go. ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഉറപ്പ്. ഒരുപാട് നന്ദി. ബദ്രൽ സമ. MAF Rent-A-Car. Comfortable. Safety and smooth drive. MAF Travel and Tourism. ഇത്രയും നമ്മുടെ ജീവിതത്തിലെ പടവുകൾ കയറി കാണേണ്ടുന്ന ലോകങ്ങളും നേടേണ്ടുന്ന നേട്ടങ്ങളും എല്ലാം നേടിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കാഞ്ഞത്? അല്ല, ഈ രാഷ്ട്രീയം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഈ രാഷ്ട്രീയത്തിൽ ഒന്നാമത് നിങ്ങൾക്ക് യു കനോട്ട് ബി ഓണസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല, രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. ഈ രാഷ്ട്രീയക്കാർ അവരുടെ ഉദ്ദേശം നാടിനെ സേവിക്കാനാണ്, ജനങ്ങളെ സേവിക്കാനാണ് എന്നുള്ള ഒരു ലക്ഷ്യമാണല്ലോ. അത് രാഷ്ട്രീയം ഇല്ലാതെ തന്നെ ഞാൻ നാടിനെ സ്നേഹിക്കുന്നുണ്ട്, സേവിക്കുന്നുണ്ട്, ജനങ്ങളെ മറ്റൊരു മാർഗത്തിലൂടെ വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി, മറ്റ് സഹായകരമായി
ഇതൊക്കെ നമ്മൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നു. സെമി ഗവൺമെന്റ് ചെയ്യുന്നതല്ല ഇന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് നാടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എൻ്റെതായ രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നതിനാൽ അപ്പുറം, രാഷ്ട്രീയക്കാരാകുമ്പോൾ ഒരു ഗവൺമെന്റ് ആണല്ലോ, അതൊരു കൂട്ടായ്മയാണല്ലോ. ഇത് എൻ്റെതായ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യാവുന്ന പല കാര്യങ്ങളും ഞാൻ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലെ ഔദ്യോഗികമായ ഈ യാത്രയിൽ ഒമാൻ ഗവൺമെന്റിൽ നിന്നും കിട്ടിയ അംഗീകാരങ്ങൾ ഏതൊക്കെയാണ്? ഒമാനൈസേഷൻ ജോയിന്റ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു ഞാൻ. അത് മിനിസ്റ്റർ ചെയർമാനും ഞാൻ വൈസ് ചെയർമാനും. പിന്നെ ഓപാൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം, ഒമാൻ പെട്രോളിയം അലയൻസ്. ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും ഒരു കൂട്ടായ ഓർഗനൈസേഷൻ. അതിൻ്റെ സ്ഥാപക ചെയർമാൻ ഞാനാണ്. ഒമാൻ സൊസൈറ്റി ഓഫ് കോൺട്രാക്ടേഴ്സ്, അതിൻ്റെയും സ്ഥാപക ചെയർമാൻ ഞാനായിരുന്നു. പണ്ട് കാലത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷനും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിങ് ഇതൊക്കെ ഒരു വെസ്റ്റേൺ ഡോമിനൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് ഇവിടെ ഒമാനിൽ ഡ്രില്ലിംഗ് കമ്പനി തുടങ്ങി, റിഗ്സ് കൊണ്ട് തുടങ്ങിയത് ഞാനാണ്. അതുപോലെ പല കാര്യങ്ങളിലും ഞാൻ ഏതൊരു കാര്യത്തിനും ഞാൻ ഗവൺമെന്റിനെ അപേക്ഷിച്ചിട്ടുണ്ടോ അത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ഇതാണ്. നമ്മൾ എന്നെ ഒരു കാര്യത്തിൽ അവർ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. വലിയൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലായാലും എല്ലാവർക്കും ഞാൻ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നാടിന് ഗുണകരമായ രീതിയിൽ ഞാൻ അത് പ്രാവർത്തികമാക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ, ട്രസ്റ്റ്. ദാറ്റ് ഈസ് എ ഇൻവാല്യുബിൾ അസെറ്റ് ഫോർ മീ. ആ ഒരു വിശ്വാസം. ഈ ഏറ്റവും അടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അധിപനായ, അതായത് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു വേദിയിൽ ഇരിക്കുന്ന ഒരു പിക്ചർ ഞാൻ കണ്ടു. അതിൽ മറ്റ് ഈ സ്വദേശികളായിട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് ചീഫ് ഗസ്റ്റിനും ചീഫ് ഹോസ്റ്റിനും ഇടയ്ക്ക് ഞാനുണ്ട്. തൊട്ട് പിന്നിലായി ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞാൻ കണ്ടു. സ്വാഭാവികമായിട്ടും അദ്ദേഹമായിട്ട് ആശയവിനിമയം നടത്തുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനോ ഉള്ള അവസരങ്ങൾ കിട്ടിയോ? ഈ വരുന്ന സ്ഥലപ്പം ഉണ്ടായില്ല. പക്ഷേ മോഡിജിയായിട്ട് അത് ഒരു 2004 എനിക്ക് അവാർഡ് കിട്ടിയിട്ട് ഞാൻ മോഡിജി, വാജ്പേയിജി, യശ്വന്ത് സിൻഹാജി, അദ്വാനി, ഞങ്ങൾ 5 ഒരു 3 പേര് ഇരിക്കുമ്പോൾ മോഡിജി ഇരുന്ന സ്ഥലത്ത്, ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മോഡിജി അവിടെ ഇരിക്കുന്നത്, അദ്ദേഹം അവിടെ വന്നിട്ട് മുഹമ്മദ് ഭായ് ആ ഗുജറാത്ത് ആയി എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഒരു പിന്നെ കോൺവെർസേഷൻ പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്ത് നേരിട്ട് സംവാദം ചെയ്യാനുള്ള ഇതുണ്ടായില്ല. പക്ഷേ he knows me personally, I think. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സീപ ഈ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിനും ഒരുപോലെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇന്ത്യ രാജ്യത്തിനും ഒമാൻ രാജ്യത്തിനും രണ്ടുപേർക്കും വളരെ അധികം ഗുണം ഉണ്ടാക്കുന്ന ഒരു കരാറാണ്. അതായത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കാണ് അതിൽ കൂടുതൽ ഗുണം ഉണ്ടാവുക. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നാണല്ലോ നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് അധികം കയറ്റി അയക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വല്ല റീ എക്സ്പോർട്ടൊക്കെ വരികയാണെങ്കിൽ ഒമാൻ വഴി അതൊരു റീ എക്സ്പോർട്ടിനും അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ ആക്കിയിട്ട് ഇവിടെയും കൂടി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മുടെ രാജ്യത്തിനൊക്കെ ചെയ്യാം. നമ്മൾ വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. Part of India. I am an Indian, so I am proud of that. Our Prime Minister is visiting this country, and we had a good reception, and we had signed the SIPA. It is a great achievement for our, and it is a great. നമ്മളുടെ രാജ്യത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് തന്നെയാണ്. കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബിസിനസ് നടത്തി ഇച്ചിരി പൈസയൊക്കെ ആയി ഒരു കാലഘട്ടം കഴിയുമ്പോൾ, എന്നാൽ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം എങ്കിൽ ഒരു പൗരത്വം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ വിസ, ആ ഒരു കൺസെപ്റ്റിലേക്ക് പലരും പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനൊരു നീക്കം ഉണ്ടാവാഞ്ഞതും ഒരു പൗരത്വം സ്വീകരിക്കാഞ്ഞതും? What is wrong with our Indian? What is wrong there? I consider that is my identity. എൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്. എക്സാക്ട്ലി. അതല്ല എൻ്റെ ഐഡന്റിറ്റി. മൈ ഐഡന്റിറ്റി ഈസ് ഐ ആം ഇന്ത്യൻ. Yes. And I have roots there. My mother, my family, my children, my ancestral property, everything is there. Whereas my son, he is born here.
നോ ഈ വീട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ 44-ാം വർഷമാണ് ഈ വീട്ടിൽ. പക്ഷെ മൈ റൂട്ട്സ് ആർ ദെയർ. ഇഫ് യു ആസ്ക് മീ എൻ്റെ അഭിലാഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ച മണ്ണിൽ മരിച്ച് അവിടെ മറവ് ചെയ്യണം എന്നുള്ളതാണ് അഭിലാഷം. വൺ തിങ് we have to be proud of ourselves. Proud as an Indian. We have achieved a lot. അത്രേ നമുക്ക് പറയാനുള്ളൂ. പുതിയ വരുന്ന സംരംഭകർക്ക് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റർമാരായിട്ട് നമുക്ക് ഈ രാജ്യത്ത് കാണാം, പുതുതായിട്ട് വരുന്നത്. അവരോടൊക്കെ ആയിട്ട് എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്? ഒരു മെസ്സേജ് ബി ഓണസ്റ്റ്. ഡോണ്ട് മേക്ക് മണി മേക്കിംഗ് ആസ് യുവർ ബിസിനസ്. പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിലൂടെ അതിൽ നിന്ന് വരുന്ന അഭിവൃദ്ധി ആയിരിക്കണം നമ്മുടെ ലാഭം. അതായത് പണം ഉണ്ടാക്കാനെന്നുള്ള ലക്ഷ്യത്തോടുകൂടി വരുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ കുറച്ച് പണം കിട്ടിയത് വരും, പക്ഷേ ബിസിനസ് നന്നാവില്ല. അപ്പം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് നമ്മളുടെ മിഷൻ എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥമായി സത്യസന്ധമായി ബിസിനസ് ചെയ്യുക. തീർച്ചയായും നല്ലത് വരും. ആരോഗ്യം വളരെ പ്രധാനമാണല്ലോ. ഈ ആരോഗ്യ പരിപാലനത്തിനായിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം കാലത്തെ നിസ്കാരം വളരെ നിർബന്ധമാണ്. അത് 5 മണിക്കാണ്. 5 മണിക്ക് നിസ്കരിക്കണമെങ്കിൽ 4:30 മണിക്ക് എണീക്കണം. അത് നിസ്കരിച്ച് കഴിഞ്ഞ് നടക്കാൻ പോകും. 1 മണിക്കൂർ നടക്കും, കുറച്ച് യോഗ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് കാര്യങ്ങൾ. എണീക്കാനും ഉറങ്ങാനും ഒരു സമയമുണ്ട്. ജോലി ചെയ്യേണ്ട എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ട്. അതെന്തൊക്കെ ചെയ്ത് അതെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നുള്ളൊരു നല്ല കർത്തവ്യ ബോധമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു. ജനൻ ടി വിക്ക് വേണ്ടി ഇത്രയും അധികം സമയം ചെലവഴിച്ച അദ്ദേഹത്തിന് ജനൻ ടി വിയുടെ പേരിലും ജനൻ ടി വിയുടെ പ്രേക്ഷകരുടെ പേരിലും ഞാൻ നന്ദി. താങ്ക് യു. നിങ്ങൾ എൻ്റെ ഈ അനുഭവം ഈ പ്രേക്ഷകർക്ക് ഏതെങ്കിലും വിധത്തിൽ ഗുണപ്രദക ആയെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. നമസ്കാരം. Always for the good of our country and good of our people here. എന്ന് സ്വന്തം പ്രവാസിയുടെ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. പുത്തൻ വിശേഷങ്ങളും പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് നിങ്ങളുടെ സ്വന്തം പത്മചന്ദ്ര പ്രകാശ്.